ഹായ് നമസ്കാരം ഡ്രൈവ് ഡെലിഷ്യയുടെ മറ്റൊരു ഔട്ട്ഡോർ കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഷ്രെഡഡ് ചിക്കൻ അല്ലെങ്കിൽ തമിഴിൽ പിച്ചി പോട്ട ചിക്കൻ എന്ന് പറയുന്ന ഒരു ഡിഷാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓഫീസിലൊക്കെ പോകുമ്പോൾ നേരത്തെയൊക്കെ നമ്മൾ ലഞ്ച് ബ്രേക്കിന് അടുത്തുള്ള റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം സാഹചര്യം കണക്കിലെടുത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഒരു നോൺ വെജ് ഐറ്റമാണ് ഇത്. ഇത് വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും വേണമെങ്കിൽ സ്റ്റാർട്ടറായിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ് ഇന്നത്തേത്. അപ്പോൾ ഷ്രെഡഡ് ചിക്കൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ എനിക്കൊരാൾ ഒരു ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് കാണിച്ച് ഇതാണ് ആ ഗിഫ്റ്റ്. ഇത് കിട്ടിയത് എനിക്കാണേലും ഇത് ഉപയോഗിക്കാൻ പോകുന്ന ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഗിഫ്റ്റ് കൊടുത്ത ആൾ തന്നെയാണ് ഗിഫ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത്. ഭയങ്കര ഐഡിയാപരമായിട്ടുള്ള മൂവായിപ്പോയി. എന്നോട് പറഞ്ഞു ഡ്രൈവ് ഡെലിഷ്യയ്ക്ക് പറ്റിയൊരു നമ്മുടെ ചാനലിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു കത്തി കണ്ടുപിടിക്കണമെന്ന്. ഞാൻ കത്തി കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് ഇച്ചാൻ്റെ ബർത്ത്ഡേ ആയി. അപ്പം ഞാൻ വിചാരിച്ച ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് തന്നെ കൊടുത്തേക്കാന്ന്. അപ്പോൾ നമുക്ക് ഷ്രെഡ് ചെയ്യാനുള്ള ചിക്കൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിനകത്ത് ഞാൻ ഇച്ചിരി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി വെള്ളവും മാത്രമേ ഒഴിച്ച് വെച്ചിട്ടുള്ളൂ. ഇതവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്യാം. ഗ്രേവിക്ക് വേണ്ടിയത് നമുക്ക് സവാള വേണം, ടൊമാറ്റോ വേണം, പച്ചമുളക് വേണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അരിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മുടെ കത്തി ഉദ്ഘാടനം ചെയ്യാം. ഉദ്ഘാടനം ചെയ്തു. കൊള്ളാൻ തോന്നുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയി കാണും. നമുക്കൊന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ ഷ്രെഡ് ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ നല്ല ചൂടാണ്. ആ സമയത്ത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് ഷ്രെഡ് ചെയ്യാം. ചീനച്ചട്ടി ചൂടാകാൻ വെക്കാം. സവാള വഴറ്റാനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ തിളച്ച് നമുക്ക് സവാള ഇടാം. മുളകും കൂടി ഇടാം. പച്ചമുളകും കരിയാപ്പില. സവാള ഇപ്പം ഗോൾഡൻ ബ്രൗൺ ആയി. അപ്പോൾ ഇതിനകത്തോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാം. ഇനി വെച്ചേക്കുന്ന ടൊമാറ്റോ ഇടാം. നമ്മുടെ ചിക്കൻ നമ്മൾ ഷ്രെഡ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പറിച്ചിങ്ങനെ എടുത്താൽ മതി. നന്നായിട്ട് വേകണം. ഞാനൊരു 4-5 വിസിൽ വരുത്തിയായിരുന്നു.
ഞാനിവിടെ ബോൺലെസ് ആയിട്ടുള്ളതാണ് കൂടുതലും എടുത്തേക്കുന്നത്. കുറച്ച് ബോണുള്ള പീസുകളുണ്ട്. ബോണുള്ള പീസുകളുണ്ടെങ്കിൽ ആ ബോൺ അങ്ങ് മാറ്റിയാൽ മതി. അപ്പം നമ്മൾ ഷ്രെഡ് ചെയ്ത ചിക്കൻ ഇടാൻ സമയമായി. ഇടാം. അപ്പം നമ്മൾ ചിക്കൻ വേവിച്ച സമയത്ത് ഈ സ്റ്റോക്കില്ലേ, അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്ത് കളയാൻ പാടില്ല. അതിനകത്താണ് നമ്മുടെ ചിക്കൻ്റെ ഗുണമെല്ലാം. എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് ഇത് നമുക്ക് അങ്ങ് ഡ്രൈ ആക്കി എടുക്കാം. അപ്പം വെള്ളമൊക്കെ പറ്റി. അപ്പം ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ, പിന്നെ കുറച്ച് മല്ലിയില. അപ്പം നമ്മുടെ ഷ്രെഡഡ് ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. മഴ. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിച്ചിപ്പോട്ട് അല്ലെങ്കിൽ ഷ്രെഡഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. കുറച്ച് രൂപഭാവ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു മഴ പെയ്തായിരുന്നു. അന്നേരം ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ സെറ്റ് ചെയ്തായത് ടൊമാറ്റോ ഒക്കെ കാർവ് ചെയ്ത്, അണിയനും കുറച്ച് കാർവ് ചെയ്തു, സ്പ്രിംഗ് അണിയനൊക്കെ സെറ്റ് ചെയ്തു. സ്പ്രിംഗ് അണിയൻ നമ്മുടെ ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുത്തതാണ്. എങ്ങനെയാണ് അത് കിളിപ്പിച്ചതെന്ന് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊന്ന് ഇത് കഴിച്ച് നോക്കാം അല്ലേ? ഇങ്ങനെ എടുത്ത് കഴിക്കാം. അടിപൊളി. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. പിള്ളേർക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇന്നത്തേത്. കൊറോണ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം ചോറിന് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. അത് തന്നെ ഇപ്പോഴാണേലും നിങ്ങൾക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്തോടൊക്കെ പോകണമെങ്കിൽ ഇതുപോലെ ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. നമ്മളിപ്പോൾ അധികം പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാറില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യണം. അപ്പോൾ പിച്ചി പോട്ട ചിക്കൻ അല്ലെങ്കിൽ ഷ്രെഡഡ് ചിക്കൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി അടിച്ചാൽ ഞങ്ങൾ ഇറക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.